നീ ഇറങ്ങല്ലേ എനിക്ക് ഞാൻ എന്ത് ചെയ്യാനാളിയാ ചുമ്മാ ഇരുന്ന് എന്നെ വാവാന്ന് വിളിച്ച ചെല്ലായിരിക്കാൻ ഒരു ദിവസത്തേക്ക് എന്നെയും കൂടെ ഒന്ന് പ്രേമിക്കും. അതെങ്ങനെയാണ് രണ്ടുപേരും ഒരേ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ? അതെനിക്കറിയില്ല. കടിച്ചു പറയും കടിച്ചു പറയും. നടക്കട്ടെ. ഓ എന്തോ റൊമാൻസ്. അയ്യോ പാവം, ഒന്നാമതൊരു കാര്യമായിരുന്നു. ഹീറോ ഓ അവന്റെ ഒരു വലിയ ഇരിപ്പ് കണ്ടില്ലേ? നമ്മുടെ കേസ് എന്താണാവോ ഫയലിൽ ചേർക്ക? അല്ല ധൃതിയൊന്നുമില്ല, ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞ നമുക്കൊന്ന് ചുമ്മാ കറങ്ങി അടിക്കാം. നീ അത്രയ്ക്ക് ശീലാവധിയാണീ. ഇത് നിനക്കും കൂടെ ഉള്ളതാണെന്ന് വിചാരിച്ചോ? വാലാട്ടിപ്പട്ടികളെ. നീ എന്താണ് നെപ്പോളിനെ കൂട്ടിരിക്കുന്നത്? കളയടാ, അവളല്ലെങ്കിൽ മറ്റൊരുത്തി. വർഗീസേ, ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവടാ. ഓ, ഇതിലൊരു പുതുമ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അവളുടെ കൈ നല്ല തഴമ്പുണ്ട്. എന്നെ ധിക്കരിച്ചൊരുത്തിയും എന്നോട് മാപ്പ് പറയാതിരുന്നിട്ടില്ല. അളയാ, നിനക്ക് അവളെ വേണോ? കണ്ണ് മൂടി തുറക്കുന്നതിനാകും നിനക്ക് ഞാൻ അവളെ കൊണ്ടുവന്നരാം. അവളായിട്ട് തന്നെ വരും. ഇതിന്റെ പ്രതികാരം ഞാൻ അവളോട് ചെയ്തില്ലെങ്കിൽ വെരി ഗുഡ്. സരിത, സരിത ഒന്ന് നിൽക്കൂ. ഇതൊരു ശല്യമായല്ലോ. തനിക്ക് എന്താ വേണ്ടത്? എനിക്കല്പം സംസാരിക്കാനുണ്ട്. വീട്ടിലെ അമ്മയില്ലേ? ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. സരിത, നീ എന്നെ മനസ്സിലാക്കാത്തോണ്ടാ. നോക്ക്, ഈ നാട്ടിൽ ആണുങ്ങളൊക്കെ ഉണ്ട്, വെറുതെ തടി കടാക്കണ്ട. സരിത, എന്നെ വിശ്വസിക്കൂ. മറ്റുള്ള പെൺകുട്ടികളെ കാണുന്ന പോലല്ല ഞാൻ സരിതയെ കാണുന്നത്. എനിക്ക് പറയാനുള്ളത് ദയവായി ഒന്ന് കേൾക്കൂ. തനിക്ക് ഭ്രാന്താണ്. വീട്ടിൽ പോയി പെണ്ണ് കെട്ടി തരാൻ പറ. അളിയാ വിട്ടുകളാ, മനസ്സ് അപ്സെറ്റാക്കാ. നീ വണ്ടി വിട്ടു. ആ വിട്. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പൊ പന്തുകളിയിലാവട്ടോ. ക്ഷീണിച്ചേക്കുവെന്നാ തോന്നണം. ഇങ്ങോട്ട് തന്നെ അവരുടെ വരവ്. ഇങ്ങനെ പോയാൽ കുതിരവട്ടത്ത് പോകേണ്ടി വരും. ഏതായാലും സൂക്ഷിക്കണം, അവരൊക്കെ പണക്കാരാ. കഴി വെച്ചേക്കാൻ പറ. എന്താ ഉർവശിമാനന്മാർ കളിച്ച് ക്ഷീണിച്ചേക്കുവാണ്? നമുക്കൊന്ന് കളിക്കാം. ചുമ്മാരിടാ. അളിയാ, നീ മനസ്സ് അപ്സെറ്റാക്കാ. സരിത വൈകിട്ട് ഫ്രീ ആണോ? എന്തിനാ? ലോഡ്ജിൽ പോകാനായിരിക്കും. അല്ല, അല്പം സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ. ജെയിംസ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല. അതിന് എന്നെ കിട്ടില്ല. നീ അപ്സെറ്റ് ആകാടാ. വേറെ പല നമ്പറുകളും നീ കിടക്കുവാ. വാ, ഞാൻ പറഞ്ഞുതരാം. വാടകണ്ണ. അല്ല വർഗീസ, വൈകിട്ടത്തെ പരിപാടി? ഇന്ന് മാത്രം ഞാനില്ല, വേറൊരു പരിപാടിയുണ്ട്. അപ്പൊ നീ ജെയിംസ് ജോർജ് ഇല്ലാതെ പോവല്ലേ? കൂടെ പുറത്തെ നീ അപ്സെറ്റ് ആകാതെ നിന്നെ അറിയിക്കാതിരിക്കും ഞാൻ. വർഗീസേ, നമ്മുടെ സീതയുടെ ചാരിത്ര ശുദ്ധി നമുക്കൊന്ന് പരിശോധിക്കണം. നമുക്കൊരു അഗ്നിപരീക്ഷണം തന്നെ നടത്തിക്കളയാം. എന്നാ ഹോമോണ്ട് നേരെ അയക്കും. ആയിക്കോട്ടെ. തന്നെ ചുടാനാണോ? എടിയേ, ഇങ്ങനെ നടന്ന് അറിയാലേ ഭൂമി കുലുങ്ങും. എത്ര പറഞ്ഞിട്ട് നാണമില്ലല്ലോ, തെണ്ടികൾ. സരിത മോളെ, നിന്നെ മിന്നിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ എന്റെ പേര് ജെയിംസ് ജോർജ് എന്നല്ല. എന്റെ ശവമായിരിക്കും താൻ എടുക്കുന്നത്. ബ്ലഡി ഇഡിയറ്റ്. സരിതേ, സരിതേ, എന്താടോ താൻ ഈ ലോകത്തൊന്നും അല്ലേ? സോറി മാഡം, തന്നെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. മേലാൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരിങ്ങനെ ശല്യപ്പെടുത്താൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ എന്ത് വേണം? എങ്കിലും ഒരാണിന് നേരെ കൈ ഉയർത്തിയത് അത്ര നന്നായില്ല. ഞാൻ പരമാവധി സഹിച്ചു സർ. സരിത ഒന്ന് മനസ്സിലാക്കണം, അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ താനൊരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് സർ ഞാൻ ഇത്രയും ക്ഷമിച്ചത്. ജെയിംസ് ജോർജിന്റെ അപ്പച്ചൻ പ്രാംപറമ്പിൽ തോമസ് ജോർജ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ്. അയാൾക്കിവിടെ പല സ്വാധീനങ്ങളും ഉണ്ട്. പണക്കാരുടെ മക്കൾക്ക് മാത്രം പഠിച്ചാ പോരല്ലോ സർ, ഞങ്ങൾക്കും കൂടി ഇന്ന് രക്ഷപ്പെടണ്ടേ? ഞാൻ ജെയിംസ് ജോർജിനെയും വർഗീസിനെയും വാൺ ചെയ്ത് അയച്ചിട്ടുണ്ട്. സരിത പോയിക്കോളൂ. താങ്ക് യു സർ.
വർഗീസ ആ കപ്പ്യാറിന്റെ ഉപദേശം സ്വീകരിച്ചിട്ട് വരുന്നതായിരിക്കും. ഏയ് കുംഭസാരം. ഏത് അതിസാരമായ നമുക്കെന്നാ. ശരിക്കും ഏറ്റു. കംപ്ലീറ്റ്ലി അപ്സെറ്റാ മനസ്സ്. ഈ ജെയിംസ് ജോർജിനെ മനസ്സ് വിചാരിച്ചോ യാതൊരു കുഴപ്പമുണ്ടാകത്തില്ല. കേട്ടു, കേട്ടിട്ടും കേട്ടില്ല എന്നൊരു ഭാവമാ. എന്റെ പൊന്നു നാളെ. നിന്റെ യോഗമാ മോളെ. ഏതായാലും ഇത്രയും കാത്തിരുന്നില്ലേ അമ്മേ. ഇനി സരിതയുടെ പഠിപ്പ് കഴിയുന്നത് വരെ എനിക്കൊന്നും ആലോചിക്കണ്ട. എന്നാലും നിന്റെ പ്രായത്തിലുള്ളവര് കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുമായി കഴിയുന്നത് കാണുമ്പോ അമ്മയുടെ മനസ്സ് പെടയാ മോളെ. സാരമില്ലമ്മേ, എനിക്കാ ദുഃഖമില്ല. ജീവിത അവസാനം വരെ ഈ തയ്യൽ മിഷനുമായി കഴിയേണ്ടി വന്നാലും സരിതയെ ഞാൻ ഉദ്ദേശിച്ചെടുത്ത് കൊണ്ടെത്തിക്കും. അവളൊരു വക്കീലായിട്ട് വേണം നമ്മുടെ നഷ്ടപ്പെട്ട ഭൂമിയും സ്വത്തും തിരിച്ചെടുക്കാൻ. നമ്മളെ അനാഥരാക്കിയവരോട് പകരം ചോദിക്കേ. സരിതയുടെ അമ്മയും ചേച്ചിയല്ലേ? ആ, കുഞ്ഞിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ സരിതയുടെ ക്ലാസ്മേറ്റ്. ഓ, കുഞ്ഞും വക്കീലിനാണോ പഠിക്കുന്നത്? അതെ. ആ, അവളിതുവരെ വന്നില്ല. ഇത് സരിത വരുമ്പോ കൊടുത്തേക്കണേ. എന്താ ഇത്? സരിതയുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞതാ. ഞാൻ പറ്റേ? ആ, ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വരാം മോളെ. ഹലോ, പിന്നെ സുഖമാണല്ലോ. See you. ഈ സാരി എങ്ങനെയാ കീറിയത്? എങ്ങനെയാ കീറിയതെന്ന്? എന്റെ സാരി കീറിയില്ലല്ലോ. നീ കള്ളം പറയാനും തുടങ്ങിയല്ലേ? നിന്നെ ഞങ്ങൾ വക്കീലിന് പഠിപ്പിക്കുന്നതേ കള്ളം പറയാനല്ല. കള്ളം പറയുന്നവരെ കൊണ്ട് അത് പറയിപ്പിക്കാതിരിക്കാനാണ്. ചേച്ചി, പിന്നെ നമ്മുടെ രേഖയില്ല, രേഖ അവളുടെ കൈ വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിന്റെ പേരിൽ വയസ്സിന് മൂത്ത് ഞാൻ നിന്റെ അനിയത്തി ആവണമെന്നില്ല. ദാ നിന്റെ ഫ്രണ്ടിന്റെ സമ്മാനം. ഫ്രണ്ട് ഏതാണെന്ന് നിനക്കറിയാമല്ലോ. അതിലും മായം കലർത്താൻ ഉദ്ദേശമുണ്ടോ? പഴയ സാരി കീറിയതിൽ വിഷമിക്കണ്ട. അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന്. സ്വന്തം ജെ. അറിവ് കൂടിപ്പോയതുകൊണ്ട് നീ ഇത്രമാത്രം നശിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ചേച്ചി, ഞാനത് തെറ്റും ചെയ്തിട്ടില്ല. വേണ്ട, ഇനിയും ഞങ്ങൾ വിട്ടികളാക്കരുത്. പെടി, മാനം വിറ്റ് കൈനീട്ടാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്കും എന്തൊക്കെയോ നേടാമായിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള വഴി ഉണ്ടാക്കരുത്, പറഞ്ഞേക്കാം. സരിതമോളെ, ഞാൻ തന്ന സാരി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാ തന്റെ സാരി. എന്നിട്ട് പോടാ.
എന്നാലും സരിത ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നില്ല. അല്പം കടുപ്പമായി പോയി. മോളെ, ഈ ജെയിംസ് ജോർജിനെ അവൾ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും കാലം പുറകെ നടന്നതല്ലേ, ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഒരുത്തനും തിരിഞ്ഞു നോക്കാത്ത വിധം ഞാൻ അവളുടെ ജീവിതം തകർക്കും. അവസാനം അവൾ എന്റെ അടുത്ത് തന്നെ വരും. ആഹാ, അത് കൊള്ളാം. അളിയനോട് കൂടിയിരിക്കായിരുന്നു. നിന്നെയും കാത്തി ഞാൻ ഇതുവരെ കവിത തിയേറ്ററിൽ വെയിറ്റ് ചെയ്യായിരുന്നു. വർഗീസേ, ഇനി അവളെ വെറുതെ വിട്ടുവിടാം. ഹാപ്പി ആയിരിക്കുന്ന ഒരു മൂഡിൽ നീ മനസ്സ് അപ്സെറ്റ് ആക്കാറാ. അവളെ പൊക്കണോ? ഇന്ന് ഞാൻ പൊക്കൊണ്ടുവരാം. ഒരു ദിവസം എന്റെ കിടപ്പറയിൽ കിടത്തിയോണ്ട് മാത്രം എനിക്ക് അവളോടുള്ള പകതയില്ല. അവൾ നശിക്കണം. ഈ നാട് വിട്ടോടണം. അതിനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. എന്റെ കർത്താവെ, അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ ഒരു സരിതയായിട്ട് ജനിപ്പിക്കണമേ. ജെയിംസ്, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഒരിക്കലും ജയിക്കാനാവാത്ത വിധം ഞാൻ തോറ്റു. ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. തന്റെ കിടപ്പറ പങ്കിട്ട എത്രയോ പെൺകുട്ടികൾ. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു മുഖമായിരുന്നില്ലേ സരിത? ആഗ്രഹങ്ങൾ സാധിക്കാതെ വന്നപ്പോൾ അതൊരു പ്രതികാരമായി മാറി. അതിത്രയും ക്രൂരമായിട്ട് വേണമായിരുന്നു. ഒരിക്കലും തിരുത്താനാവാത്ത തെറ്റല്ലേ താൻ സരിതയോട് ചെയ്തത്? അവളുടെ ഹൃദയത്തിലെ മുറിവുകൾ ഉണങ്ങുമോ? തനിക്കത് ഉണക്കാൻ കഴിയുമോ? ഇന്നോളം മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടിരുന്ന തനിക്ക് ഈ അസ്വസ്ഥത എവിടെ നിന്നുണ്ടായി? ഒരുപക്ഷെ ഇതിന്റെ പ്രത്യാഘാതം സരിതയുടെ കുടുംബത്തിന്റെ തകർച്ചയായിരിക്കില്ലേ? ആ സാധു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും സരിതയിലായിരുന്നില്ലേ? സത്യത്തിൽ താൻ ജയിക്കുകയായിരുന്നു, അതോ എന്നേക്കുമായി അവളോട് തോൽക്കുകയല്ലായിരുന്നു? ജെയിംസ്, നീ ഇന്ന് കോളേജിൽ പോയില്ലെന്ന് നിന്റെ അമ്മച്ചി പറഞ്ഞു. നീ പോകാത്തതിന്റെ കാരണം ഞാൻ അന്വേഷിക്കുന്നില്ല. പരീക്ഷ എഴുതില്ലെങ്കിലും പാസ്സാവുന്ന വിശ്വാസവും നിനക്കുണ്ട്. നിന്റെ അപ്പച്ചന്റെ കയ്യിൽ പണമുണ്ടല്ലോ. ജെയിംസേ, നിന്നെ ശകാരിക്കാനും ശിക്ഷിക്കാനും ഞാൻ തയ്യാറല്ല. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു. എടാ, ജെയിംസ് ജോർജ് തോമസ് ജോർജിന്റെ മകൻ അല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് എവിടെ എത്തുമെന്നറിയാമോ? സെൻട്രൽ ജയിലിൽ.
ഒരു വക്കീലായി നീ സമ്പാദിക്കാൻ വേണ്ടിയല്ല നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. തോമസ് ജോർജിന്റെ മകൻ ഒരു വക്കീലാന്ന് പറയാനുള്ള ആഗ്രഹം മാത്രം. നിനക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതനുഭവിക്കാനുള്ള യോഗം കൂടി നിനക്കുണ്ടായിരിക്കണം. വന്ന് കേറിയ ഉടനെ അവനെ വഴക്ക് പറയാൻ തുടങ്ങിയോ? തല്ലി വളർത്തേണ്ട പ്രായം കഴിഞ്ഞില്ലേ? അവന് തീരെ സുഖമില്ല, അതാ ഇങ്ങനെ ഇരിക്കുന്നത്. സുഖക്കേണ്ട കാരണം എന്താ അന്വേഷിക്കാതിരുന്നത്? മോനെ, നീ ഒന്നും എല്ലാം കഴിക്കും. വാ. ഉരുട്ടി വായി വെച്ചു കൊടുക്ക്. നീയാണ് ഇവനെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത്. കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടം വാങ്ങി കൊടുക്കാറുണ്ട്. നീ ഇവന് കളിക്കാൻ കൊടുത്തിരുന്നത് 100 രൂപ നോട്ടുകളാണ്. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഭരിക്കുന്നതിന് മുമ്പ് നിന്നെ ആരും തല്ലിക്കൊല്ലരുത്. മോനെ, നിനക്കെന്തു പറ്റി? നീ എന്തോ ഒന്നും മിണ്ടാത്തത്? എടി പെണ്ണെ, കാര്യം പറയാൻ. ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. അതെന്തുകൊണ്ടാന്നാ ചോദിച്ചത്. എനിക്കിനി പഠിക്കണ്ട. ചേച്ചിയേക്കാൾ വലിയ അനിയത്തിയായല്ലോ, ഇനി ഉപദേശിക്കാൻ കഴിയൂ? സരിതേ, ഞാൻ എന്തായി കേൾക്കുന്നത്? സത്യമാണോ? ശരി, സത്യമാണോന്ന്? എന്താ അമ്മേ, എന്താടി ഒന്നും മിണ്ടാത്തത്? നിന്നെ താ ഇറങ്ങിപ്പോയോ? അമ്മ കാര്യം പറ. ഇവളെ ഇന്ന് ഞാൻ കൊല്ലും. അമ്മേ, അമ്മേ, മാറി. എടി, കണ്ട ക്രിസ്ത്യാനി പിള്ളേരെ അവിടെ വെട്ടി നടക്കാനാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. പോടി, പോയി താഴടി. ഇങ്ങനെ ഒരെണ്ണം ജീവനോടെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണ്. മരുന്നതൊക്കെ അനുഭവിക്കാനല്ലാതെ പിന്നെ എന്ത് ചെയ്യാന്? ഇന്നത്തോടെ എന്റെ പഠിത്തം അവസാനിച്ചു. തൃപ്തിയായില്ലേ? ഇനി എന്നെ എന്റെ കുടുംബത്തെയും കൊല്ല്. എന്നിട്ട് ആ ശവങ്ങൾക്ക് മുകളിൽ കയറി നിന്ന് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റ്. മോൻ ഇച്ചിരി കുടിക്കേ. വേണ്ട ഡാഡി, ഇനി കുടിച്ചാ എനിക്ക് കണ്ണു കാണില്ല. മോന്റെ അടുത്ത് ഡാഡിയല്ലേ ഇരിക്കുന്നത്, കഴിക്കേ. ഡാഡി കള്ളു കുടിക്കുന്ന പാവാണോ? എന്ന് ആര് പറഞ്ഞു? മേനോൻ അങ്കിൾ. എന്നാലേ മേനോന് പാവമായിരിക്കും, ക്രിസ്ത്യാനിക്കല്ല. മോൻ ഇച്ചിരി കുടിച്ചു. ഇതിന്റെ പാവമൊക്കെ ഡാഡി തീർത്തോളാം. കഴിക്കേ. ആത്മഹത്യ ചെയ്ത് കാണുമെന്ന് വിചാരിച്ചു അല്ലേ? അതിന് കാരണക്കാരനായി നിങ്ങളോട് പറയാതെ ഞാനിത് ചെയ്യില്ല. ഈ ആ സമയത്ത് ഞാനിവിടെ വന്നെന്തിനെന്നറിയാമോ? നിങ്ങളുടെ ക്രൂര വിനോദത്തിലെ അവസാനത്തെ സ്ത്രീ ഞാനായിരിക്കണമെന്ന് അപേക്ഷിക്കാൻ.
ജെയിംസ്, ഈ ലോകത്ത് ആര് ജനിച്ചാലും മരിച്ചാലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. നിങ്ങൾ വളർന്ന അത്തരത്തിലാണ്, നിങ്ങൾ വളർത്തിയ രീതിയിലാണ്. നാളത്തെ സൂര്യോദയം എന്നെ കണ്ടെന്ന് വരില്ല. എന്നെങ്കിലും നിങ്ങളൊരു മനുഷ്യനാകൂ. നിങ്ങളുടെ അമ്മ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കൂ. നിങ്ങൾക്കറിയാമോ, എന്റെ കുടുംബം വളരെ ചെറിയതാണ്. എനിക്ക് വേണ്ടി വിവാഹം പോലും ഉപേക്ഷിച്ച് വിങ്ങുപൊട്ടുന്ന ചേച്ചി, ഉറക്കം മറന്ന് രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മ, അവരുടെ ഹൃദയത്തിൽ തീക്കൊള്ളി കൊണ്ടല്ലേ നിങ്ങൾ കുത്തിയത്? നിങ്ങൾ പശ്ചാത്തപിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും പരിശ്രമിച്ചു നോക്കൂ. സരിതേ, അല്പം വൈകിപ്പോയെന്ന് തോന്നുന്നു. ഞാനിത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്റെ എന്ന് പറയാൻ എനിക്കൊരു മകനുണ്ടാകുമായിരുന്നു. മോളെ, ഞങ്ങളെ വിചാരിച്ചെങ്കിലും നീ അവനോട് ക്ഷമിക്ക്. എടാ, ഇവളുടെ കാൽ ചുവട്ടിലെ മണ്ണിന്റെ വില പോലും ഇല്ലാത്തതാണ് നീ. ചോദിക്ക്, ഇവളുടെ കാലൊടിച്ച് മാപ്പി ചോദിക്ക്. സരിതേ, ഞാൻ ഒന്നും പറയണ്ട. ഇനിയുള്ള നിങ്ങളുടെ താണ്ഡവം എന്റെ ശവത്തിലാവട്ടെ. എന്റെ ശവത്തിന്മേൽ നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കൂ. കഴിയാതെ മോളെ, നിനക്ക് ചേച്ചിയില്ല. ചേച്ചി ചുമച്ച് തുപ്പുന്നത് വരെ നീ വിഷമിക്കണ്ട. നിന്റെ സ്വഭാവം എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഉറങ്ങാതെ കാത്തിരുന്നത്. ആ, അമ്മ ഉണരുന്നതിന് മുൻപ് നമുക്കങ്ങ് ചെല്ലാം. സാറേ, അടുത്ത ജന്മത്തിലെങ്കിലും ഇതുപോലുള്ള മക്കൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കൂ. അഥവാ ഉണ്ടായാൽ ആ നിമിഷം തന്നെ കഴുത്ത് നിരിച്ച് കൊന്നുകളയണം. സരിതേ, നീ ഇങ്ങനെ വാശി പിടിച്ച് കിടക്കരുത്. പരീക്ഷയ്ക്ക് ഇനി 3 മാസങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും. ഞാൻ ഇനി ആ ശവപ്പറമ്പിലേക്കില്ല. ഞാൻ പറയുന്നു കേക്ക്. എന്നെ ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ ഇനി നിർബന്ധിക്കരുത്. ചേച്ചി, ഇത്രയും കാലം ചേച്ചി എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ? ഇനിയും ചേച്ചിക്കൊരു ജീവിതം വേണ്ടേ? ആ ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ ഞങ്ങളെ അനുസരിക്കുമായിരുന്നല്ലോ. എന്റെ തലയിലെടുത്തുപോലെ കഴിഞ്ഞോളാം. ആ ശങ്കരനേര് കൊണ്ടുവന്ന കാര്യം ഒന്ന് ആലോചിച്ചൂടെ? ഇനി എനിക്കൊരു കല്യാണത്തിന്റെ കുറവേ ഉള്ളൂ. ചേച്ചി, നമ്മൾ ആശിക്കുന്നതെല്ലാം നടക്കാറില്ലല്ലോ. ഞങ്ങൾ ആശിച്ചത് നടക്കുമായിരുന്നു. നീ അതിന് സമ്മതിച്ചില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ മോളെ? നാഴിപാത്രത്തിൽ ഇടങ്ങഴി പിടിക്കാറില്ലല്ലോ. ഞാൻ ആ ശങ്കരൻ നായരോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച അവരിവിടെ വരും. സരിതേ, സരിതേ, ഞങ്ങളോട് ഇത്രയും വെറുപ്പ് കാട്ടാൻ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയും തിരിച്ചറിയാവുന്നവരോടല്ലേ തെറ്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. മോളെ,
ഒരപ്പച്ചന്റെ സ്ഥാനം എനിക്കില്ല. എങ്കിലും പ്രായമുണ്ടല്ലോ, ഉപദേശിക്കുകയാണെന്നും തോന്നരുത്. എന്റെ മകൻ കാരണം നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും എനിക്കറിയാം. ഒരല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൂടെ? എക്സാമിന് കഷ്ടിച്ച് 2 മാസം അല്ലേ ഉള്ളു മോളെ. അതും കൂടി കഴിഞ്ഞാൽ സരിതയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാറാവും. പൂ പറിക്കാൻ നേരത്ത് ചെടിയുടെ കടയ്ക്ക് തീ വെക്കണോ മോളെ? അമ്മയുടെയും ചേച്ചിയുടെയും ആഗ്രഹം നിറവേറ്റാൻ നോക്കൂ. തിരുത്താൻ വയ്യാത്ത തെറ്റുണ്ടോ മോളെ? ജെയിംസ് അത് തിരുത്തിക്കഴിഞ്ഞു. ഇപ്പോൾ സരിതയേക്കാൾ ദുഃഖം അവനാണ്. മോള് കോളേജിൽ പോയാലേ അവനും പോകും. മോള് പരീക്ഷയ്ക്കിരുന്നാലേ അവനും ഇരിക്കൂ. ഓഹോ, നിങ്ങളുടെ മോന് പരീക്ഷയ്ക്കിരിക്കാൻ എന്റെ സഹായം വേണം. അതിനുവേണ്ടിയുള്ള കുമ്പസാരമായിരുന്നു ഇത്രയും നേരം, അല്ലേ മോളെ? നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. നിന്റെ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. എങ്കിൽ മകനോട് പറയൂ, കുറെ കൂടി പോസ്റ്ററുകൾ കോളേജ് പരിസരത്ത് ഒട്ടിക്കാൻ. എന്റെ മോള് ചത്തോന്നറിയാൻ വന്നതാണോ? നിങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞുപോയെന്നറിയാം. നിങ്ങൾ ഇറങ്ങട്ടെ. സാറ് കയറി ഇരുന്നിട്ട് പോണം. ഒരു മകൻ ജനിച്ചുപോയതിന്റെ പേരിൽ ഇതിൽ കൂടുതൽ ശിക്ഷ നിങ്ങളിൽ ഞങ്ങൾക്ക് തരരുത്. വല്ല വിഷം കൊടുത്ത് കൊല്ലണം സാറേ. പേപ്പട്ടിയെ നാട്ടുകാർ കണ്ടാ തല്ലി കൊല്ലും. വന്നിരിക്കുന്ന വിശേഷം അന്വേഷിക്കാൻ. എനിക്ക് ആ മക്കളില്ലാതെ പോയത് നിങ്ങളുടെ ഭാഗ്യം. അമ്മയോടൊന്നും തോന്നരുത്. ആ മനസ്സ് വേവുന്നത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതിൽ കൂടുതലും സഹിക്കാൻ തയ്യാറായിട്ടാണ് കുഞ്ഞെ ഞങ്ങൾ വന്നത്. പ്ലീസ് സരിതേ, എന്നോട് എന്തെങ്കിലും സംസാരിക്കൂ. നോക്കൂ, എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കും. എന്നോട് ഇത്രയും ക്രൂരത കാണിക്കണോ? ക്രൂരത കാണിക്കുന്ന ഞാനാണോ നിങ്ങളാണോ? മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നല്ല പാർട്ടിയാ. 1 മാസമായി ഞാൻ തെരഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്താ സന്യാസത്തിലായിരുന്നു? കാണാനേ കിട്ടുന്നില്ല. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. എവിടെ? ഇതെന്ത് ചോദ്യമാ? നമ്മുടെ പഴയ ഹോട്ടലിൽ. ഞാനില്ല. ആ, ഒരു ചെറിയ റിലീഫിന് വേണ്ടി. എനിക്ക് തീരെ സുഖമില്ല, പ്ലീസ്. സൂക്കടൊക്കെ ഞാൻ മാറ്റിത്തരാം. കമോൺ ഡാർലിംഗ്. ഡേസി താഴെ ഇറങ്ങും. താഴെ ഇറങ്ങാൻ. ജെയിംസ്. ഡേസി പണ്ടത്തെ ജെയിംസ് ജീവിച്ചിരിപ്പില്ല. ആരായാലും വേണ്ടില്ല, എന്റെ കല്യാണം ഉടനെ നടത്തണം. സരളയുടെ കല്യാണ തീയതി വരെ നിശ്ചയിച്ചു വെച്ചിരിക്കല്ലേ മോളെ? അതൊന്ന് കഴിഞ്ഞോട്ടെ. സാരമില്ലമ്മേ, ഞാൻ ഇവിടെ നിന്ന് നരച്ചാലും കുടുംബത്തിന് മാനക്കേടുണ്ടാവില്ല. അവളുടെ കാര്യം എത്രയും വേഗം നടത്തുന്നതാ നല്ലത്. എല്ലാം ദൈവവിധി, അല്ലാതെ എന്തു പറയാനാ? ആ, ഞാൻ ആ ശങ്കരൻ നായരെ ഒന്ന് കണ്ടേച്ചു വരാം. ഈയിടെയായി ജെയിംസ് ജോർജ് എന്നെ കണ്ട പാവം പോലും നടിക്കാറില്ല. എന്നെ വലിയ താല്പര്യമാണ്. എന്നാൽ എനിക്കുള്ള കണ്ണെടുത്ത് കണ്ടുകൂടാ. എനിക്കെന്നെ പറയ ചേട്ടൻ മതി. അവനിപ്പോ സരിതയുടെ പുറകിൽ നിന്ന് മാറാറില്ല. കുറെ കാലം ചേട്ടനോട് പുറകെ നടന്നതല്ലേ? അത് ചുമ്മാ ഒരു നേരം പോക്കിനല്ല. സീരിയസ് ആയ ഒരുത്തിനെ പിടിക്കണമെന്ന് തോന്നി ഞാൻ നിന്നെ പിടിക്കുകയും ചെയ്തു. ഈ പിടിക്കല് മാത്രമേ ഉള്ളൂ? അല്ല, കെട്ടുകയും ചെയ്യും. അളിയൻ നമ്മളെ അങ്ങ് മറന്നുവല്ലോ. അല്ല, നീ ഇപ്പൊ അവളുടെ വീട്ടിൽ പറ്റൂരാണെന്ന് കേട്ടല്ലോ. മനസ്സിലായില്ല. ആ, നമ്മുടെ മറ്റോളെ ഇന്റർനാഷണൽ. എന്നാലും എന്റെ അളിയ നീ ഒറ്റയടിക്ക് വിഴുങ്ങിക്കളഞ്ഞല്ലോ. അപാര സാധനം തന്നെ. ഒരു ലിഫ്റ്റ് നമുക്ക് കൂടെ താ. വർഗീസേ, അല്ലെങ്കിൽ വേണ്ട, അവളുടെ മൂത്ത് മറ്റൊരു കേസ് തൊട്ടുണ്ടല്ലോ, അതായാലും മതി. നീയെ കൂടെ ചേർന്നടാ എന്നെ ഈ നിലയിലാക്കിയത്. ഇനി അവരെ പറ്റി ഒരു ഒറ്റ അക്ഷരം പറഞ്ഞാ നിനക്ക് മറ്റാരെയും പറ്റി പറയേണ്ടതല്ല, റാസ്കൽ. ഇന്നല്ലേ മാധവിയുടെ മകളുടെ വിവാഹം? ഒന്ന് പോകേണ്ടതായിരുന്നു. അല്ല, അവക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ?
BL-ലാണ് പഠിച്ചിരുന്നത് അല്ലേ? ഇരിക്കൂ. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളിനെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും അബദ്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കോളേജ് ജീവിതത്തിൽ ഇതൊക്കെ വളരെ സാധാരണമാണ്. കരുതിയിരിക്കൂ, ഡിഗ്രി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു വക്കീലിലൂടെ പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. ഏതെങ്കിലും വിധത്തിൽ സരിത എനിക്ക് സഹായിക്കണമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച ചേച്ചിയാണെങ്കിലും അനുജത്തിയെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സരിത ഇരിക്കൂ. സാരമില്ല. എനിക്കെന്നും സരളയോടുള്ള സ്നേഹം സരിതയോട് ഉണ്ടായിരിക്കും. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നൂല് ആ, ഇനി കാപ്പി കുടിച്ചിട്ട് മതി. നമുക്ക് കാപ്പി കുടിക്കാം. ശരി, ചേച്ചിയും ചേട്ടനും പോയോ? പോയി. ചേച്ചിയുടെ വിവാഹ ദിവസം ഞാൻ വല്ലാതെ ഭയന്നു. സരിതയുടെ വിവാഹം ആയിരിക്കുന്ന കരുതിയാണ് ഞാൻ അവിടെ ഓടി വന്നത്. എനിക്കെന്താ വിവാഹം കഴിച്ചൂടെ? സരിതയെ മറ്റാരും വിവാഹം കഴിക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. അതിനുള്ളത് അത്രയും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. സരിത എന്റേത് മാത്രമായിരിക്കണം. എന്നാൽ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. ഇറക്കി വിടണ അവളെ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. വിടാനാ പറഞ്ഞത്? ഇല്ലെങ്കിലോ? എന്നെ പോയിക്കോളൂ. നീ ഇനി പഠിക്കുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഞാൻ പഠിച്ചില്ലെങ്കിലും ഡാഡിയുടെ അടുത്ത് പണമുണ്ട്. പഠിച്ചൊരു നിലയിലെത്താൻ ആഗ്രഹിച്ചിരുന്ന
ഒരു പെൺകുട്ടിയുടെ ജീവിതം ഞാൻ മൂലം നശിച്ചു. അവൾക്ക് ആവശ്യമില്ലാത്ത പഠിപ്പും പദവിയും എനിക്കിനി വേണ്ട. എന്നാൽ മോനൊരു കല്യാണം കഴിക്കും. നിന്റെ ഈ പ്രയാസമൊക്കെ മാറും. ഞങ്ങൾക്കും ഒരു ആശ്വാസമായിരിക്കും മോനെ. നമ്പാടൻ മാസ്റ്റർ മകളെ നമുക്കൊന്ന് ആലോചിക്കാം. നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവും വേണ്ടുവോളം സ്വത്തുമുണ്ട്. ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ പ്ലാമ്പറമ്പിൽ തോമസ് ജോർജിന്റെ മരുമകളായി വരുന്നത് നമ്പാടൻ മാസ്റ്ററുടെ മകളായിരിക്കരുത്, എന്റെ സരിതയായിരിക്കണം. കാരണം ഞാൻ മൂലം ജീവിതം നശിച്ച ഒരു പെൺകുട്ടിയാണ്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അയാളെ എനിക്ക് ആവശ്യമില്ല. ഈ ജന്മം അയാളുടെ മുഖം കാണുകയും വേണ്ട. നിങ്ങളുടെ മോൻ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ തലകുനിക്കണം അല്ലേ? ഒരു പട്ടി എന്റെ കഴുത്തിൽ താലി കെട്ടണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ജെയിംസ് എന്തിനാ ഈ നിലയിലൂടെ വന്നത്? പോകൂ പ്ലീസ്. സരിത, സരിതയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഇല്ല ജെയിംസ്, നമുക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. നമ്മുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൽ മുറിവുകളുണ്ട്. ദയവ് ചെയ്ത് ജെയിംസ് ഇവിടുന്ന് പോകൂ. സരിത, എനിക്കത് തണ്ടി. ഇനി മേലിൽ നിന്നെ ഇവിടെ കാണും കണ്ടാൽ അടിച്ചു നിന്ന് ഡൽഹി ഞാൻ ഓടിക്കും. ഇവനല്ലേടി നിന്റെ കഥാനായകൻ. ഇവനെയൊക്കെ വെളി വെച്ചിട്ടാ മതി. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട കേട്ടോ. നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇതെല്ലാം അടച്ചുപൂട്ടി എങ്ങനെ ചന്ദ്ര വരുന്നത്? എന്നാൽ ആ ക്രിസ്ത്യാനി ചെറുക്കനെ കയറ്റി താമസിപ്പിച്ചോ. ഞാൻ അല്പം അഭിമാനമുള്ളവനാ. നാട്ടുകാരുടെ മുഖത്ത് നോക്കാനൊക്കാത്ത വിധത്തിൽ ഒന്ന് വരുത്തി വെക്കരുത്. ഞാൻ പറയുന്നത് അനുസരിച്ചാ നിങ്ങൾക്കാ നല്ലത്. പിന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുമെന്നും വേണ്ട. വരി നമുക്ക് പോ. ഇവിടെ നിന്നും ഏത് വിധേനയും രക്ഷപ്പെടുക. അല്ലെങ്കിൽ ഒരു പക്ഷേ ജെയിംസിന്റെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ടി വരും. അയാൾ പശ്ചാത്തപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ, ഞങ്ങളും വരാം.